ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചത് വേറെ എവിടേക്കുമല്ല, പാലക്കാടിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന നെല്ലിയാമ്പതിയിലോട്ടാണ്. കുറേ നാളായിട്ട് നമ്മൾ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തിന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ, എന്ത് ഏതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ നെല്ലിയാമ്പതിക്ക് തന്നെ പോകാമെന്ന്. അവർക്ക് വഴിയറിയാത്തതുകൊണ്ട് ഞങ്ങളുടെ പുറകിലാണ് കേട്ടോ അവർ. നീലേണ്ണന് പിന്നെ ഇവിടുത്തെ മുക്കും മൂലിയെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ വഴിക്കാട്ടിയായിട്ട് നീലേണ്ണനാണ് വണ്ടി ഓടിക്കണേ കേട്ടോ. അവർ പുറകിൽ, ഞങ്ങൾ വളഞ്ഞാൽ അവർ വളയും, ഞങ്ങൾ തിരിഞ്ഞാൽ അവർ തിരിയും. ആ ഒരു അവസ്ഥയെ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പോണ വഴിയിൽ ഞങ്ങൾ മെറ്റണിച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്തിലും നീയാണ് കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ. ഞങ്ങളങ്ങനെ നെല്ലിയാമ്പതി മലനിരകൾ ഇങ്ങനെ കേറുകയാണേ. കേറി തുടങ്ങി. നിറയെ കണിക്കൊന്നയാണ് കേട്ടോ. ഈ വശത്തേക്ക് ഇനി കണിക്കൊന്നും പൊട്ടിക്ക് ആരും കടത്തില്ലല്ലോ, അതാണ് ഇങ്ങനെ നിക്കുന്നത്. ദേവുന് തുടരും സിനിമയിലെ പാട്ട് കിട്ടിയില്ല കേട്ടാ, അതാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടേയിരിക്കണത്. ആ കാണുന്ന മലയുടെ മുകളിൽ എത്തണം ഞങ്ങൾ. പോത്തുണ്ടിന്റെ ഡാം. അതിലെന്നറിയ ഉല്ലാസയാത്രയ്ക്ക് ആൾക്കാരെയും കൊണ്ട് KSRTC വരുന്നുണ്ട്. അത് ചാലക്കുടിന്ന് വരുന്ന KSRTC ആണ്. ഞങ്ങളൊരു വലിയൊരു മൊട്ടക്കുന്നിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. മൊട്ടക്കുന്നിൻ്റെ അവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങാമെന്നില്ല, പക്ഷെ അവർ വണ്ടി നിർത്തിയതാ കുറേ എന്തൊക്കെയോ അതിൻ്റെ മുകളിൽ കയറണു ഇറങ്ങണു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറേ പേര് ആ ഏരിയയിൽ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങി, ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. വെയിലാണ്, വെയിലത്ത് നിന്നിട്ട് കാര്യമില്ല. ഈ ഏരിയ മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ്. കുറേ കാപ്പിത്തോട്ടങ്ങളായിരുന്നു ഇത്ര നേരം, പിന്നെ തേയിലത്തോട്ടായി. ഈ മരം എന്തിനെ കാണിക്കണമെന്നല്ലേ, അതിൻ്റെ മുകളിലുള്ള കുരങ്ങന്മാരെ കണ്ട. അവിടെ ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ഉണ്ട് കേട്ടോ. ആര് ഐസ്ക്രീം മേടിച്ചാലും ഐസ്ക്രീം തിന്നുന്ന ആളുടെ ഒക്കത്ത് കയറിയിരുന്ന് ആ കുമ്പിളി തട്ടിപ്പറിക്കാണ് ഇവരുടെ മെയിൻ പണി. നന്നായി ക്യാച്ച് ചെയ്യാൻ വരുന്നു വെച്ചാ, കിടന്നിട്ടായി ക്യാച്ച് ചെയ്യാം. നന്നായി അച്ഛാ. വരുന്നു ഇപ്പുറത്ത് കഴിഞ്ഞ. അത് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു പോണത് എങ്ങോട്ടാണെന്നറിയോ? സീതാർകുണ്ടിലോട്ടാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് നടക്കാൻ. കുറച്ച് കല്ലും മണ്ണും നിറഞ്ഞിട്ടുള്ള ഒരു നടപ്പാതയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു കടല പാക്കറ്റൊക്കെ മേടിച്ച് കുറിച്ച് അങ്ങനെ കയറി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മലകളും കുന്നുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. തേയിലത്തോട്ടങ്ങളും മൊത്തത്തിൽ ഒരു മൂടൽമഞ്ഞിൻ്റെ ഒരു പരിവാണ് ചുറ്റും. കുറേ നടക്കാണ്ടെന്ന് പറഞ്ഞത്, പക്ഷേ അധികം ദൂരമൊന്നുമില്ല. പക്ഷെ എല്ലാവരും കൂടി നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എത്തണത് അറിയില്ല. വർത്തമാനം പറഞ്ഞും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ നമുക്ക് ടൈം പോണതും അറിയില്ല, സ്ഥലം എത്തണത് അറിയില്ല. കുറച്ചൊരു നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഈ പാറയുടെ ഇടയിൽ കാലൊക്കെ പെട്ടിട്ടും. എന്നാലും കുഴപ്പമില്ല, അതൊരു അഡ്വഞ്ചർ പോലെ, ചെറിയൊരു അഡ്വഞ്ചർ.
ഞങ്ങൾ എത്തി നിൽക്കുന്ന എവിടെയാണെന്നറിയോ? സീതാർകുണ്ട്. ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് ഈ സീതാർകുണ്ട് തന്നെയാട്ടാ. നോക്ക്, മലയുടെ അടിവാരം നോക്ക്. ഇത് താഴെ നിറയെ കുറെ സ്ഥലങ്ങൾ കൊല്ലംകോട് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ എവിടെയോ ആയിട്ടാണ് നെന്മാറ വലിയ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടാ. അമ്പലങ്ങൾ നിറയുണ്ട് അവിടെ. ഏകദേശം ചെറിയ കട്ടിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. കുഴപ്പമില്ല, അധികം വെയിലില്ല, കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ശരിക്കും നെല്ലിയാമ്പതി കണ്ടില്ലായിരുന്നെങ്കിൽ വല്ലാത്തൊരു മിസ്സിങ് തന്നെ ആയേനേട്ടാ. എന്തുകൊണ്ടും വരാൻ തോന്നിയത് ഭാഗ്യം. ഇതെല്ലാവരും ഉണ്ട് കേട്ടാ. അതാ അമ്മ, എൻ്റെ അമ്മ, എല്ലാവരും. സുബ്രു തന്നെ കുന്നിൻ്റെ മുകളിൽ കയറുന്നൊരു ഫോട്ടോഷൂട്ടാണ് അവിടെ. മൊത്തത്തിൽ കാണാൻ നല്ല രസമുള്ള ഒരു വ്യൂ ആണ്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ രസമാണ്. ഞങ്ങൾ ഒരുപാട് താഴോട്ട് ഇറങ്ങാൻ നിന്നില്ല, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു സ്ഥലത്തിപ്പോൾ നിന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. കാരണം ഇനിയും അവിടെ നിന്ന് ഒരു ഓറഞ്ച് ഫാം അങ്ങനെ എന്തൊക്കെയോ കാണാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ നിന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടും ഒരു വൺ ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഞങ്ങൾ വേഗം കുറച്ച് നേരമൊക്കെ നടന്ന് തിരിച്ചു വരികയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു വീഡിയോ ഇടാൻ മറന്നു കേട്ടോ. ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണല്ലോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് പിന്നെ വണ്ടി എടുത്ത് വന്നത്. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ എന്തൊക്കെയോ മസൂരി ഫാമോ അങ്ങനെ എന്തൊക്കെയൊരു ഫാമുകൾ പറയുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് ഞങ്ങളിന്ന് പോവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരിക. കൊള്ളാം കൊള്ളാം. അമ്മു ഡീ അമ്മു സുഭാഷിനെ കണ്ടാ? ആര്? ഏത് സുഭാഷ്? മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് കുഴിക്ക് വീണല്ലോ. അത് കൊടൈക്കനാലല്ലേ? പാമ്പ് വരട്ടെ രാജവമ്പലേ ചെറിയ പാമ്പൊന്നും ശരിക്കും നെല്ലിയാമ്പതി കാണാനുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷെ ഒരുപാട് നാളായിട്ട് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് ഭയങ്കര മടിയായിരുന്നു. എന്താ നെല്ലിയാമ്പതി വെറുതെ നടക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തുകൊണ്ടും ഞങ്ങൾ തിരഞ്ഞെടുത്തത് നന്നായി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം നല്ല സ്ഥലം തന്നെയാണ്, അധികം വെയിലില്ല, അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. തണുപ്പ് മാത്രം നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷെ നോക്കുമ്പോൾ വെയിലുണ്ട് മൊത്തത്തിൽ. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു. നോക്കണു, കാർ ഓപ്പൺ ചെയ്തു. അമ്മ ഇറക്കണു സാധനങ്ങൾ. ശരിക്കും സഞ്ചരിക്കുന്ന ഒരു ഹോട്ടൽ. വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വൺ ഡേ എല്ലാവരും പ്ലാൻ ചെയ്യണട്ടാ. കാരണം വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഡിപ്രഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പരിപാടിയാണ് ഒരു വൺ ഡേ എന്ന് പറയണതല്ലേ. അധികം ദൂരേക്കൊന്നും അല്ലെങ്കിലും ചെറിയൊരു യാത്ര ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് അല്ലേ. നമ്മൾ ശരിക്കും വീട്ടിലിരുന്ന് കഴിക്കണതും ഇവിടെ ഇരുന്ന് കഴിക്കണതും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. തനിയിലാട്ടം വിളമ്പിൽ തുടങ്ങി. അമ്മ ചിക്കൻ കറി, ചോറ്, പപ്പടം, അച്ചാർ, പിന്നെ സാമ്പാർ. നമ്മൾ സാമ്പാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ശാന്തമ്മയുടെ സാമ്പാർ, അതുപോലെ നമ്മുടെ അച്ചാർ, അങ്ങനെയൊക്കെ ആയിട്ട് അവർ ചോറ്, കറി ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു അടിപൊളി തന്നെയായിരുന്നു ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു രസം. ഈ മയിലിനെ കൊത്തുമ്പോൾ പഠിക്കണല്ലോ. അമ്മ എത്ര ചോറ് എനിക്ക് വേണ്ട.
പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ അത്. ചുറ്റും തേയിലക്കാടും അതുപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു. അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, വേസ്റ്റ് ഒന്നും ഇടാണ്ടിരുന്നാൽ മതി, നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുറേ കാറുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം എന്തെല്ലാം അടിപൊളി. അവിടെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു സത്യം അറിഞ്ഞത്. ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ടടുത്തൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അവിടെ 2 ദിവസം മുമ്പ് ഒരു പുലി പെട്ടു അത്രേ. പകച്ചു പോയി ഞങ്ങളുടെ ബാല്യം. എല്ലാ ആൾക്കാർ കിലോമീറ്ററോളം നടന്നിട്ടാണ് കുളിക്കാനൊക്കെ പോകുന്നത്. ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടി എടുത്തു, നേരെ പോന്നു ഓറഞ്ച് ഫാം. കണ്ട ഓറഞ്ച് ഫാമിൻ്റെ പോകേണ്ട വഴിയുടെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെ പോകേണ്ടത്, ഏത് കൂടെ വളയണം എന്നൊക്കെയുള്ള ഇതാണ് ദിസ് വേ കാണിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ വന്ന് പിടിക്കാന്നറിയോ ഒരു ഓറഞ്ച് ഫാമിലേക്ക്. എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങളുടെ ഒപ്പം കാണാം. ഓറഞ്ച് ഫാമിലോട്ടേക്ക് കടക്കുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ചാമ്പ മരത്തണലെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ചാമ്പയാണ്, ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വലിയ ചാമ്പ. അപ്പോൾ അതിനുള്ളിൽ പ്രത്യേകത ഉണ്ട്, അതൊക്കെ നമുക്ക് കുലുക്കി തിന്നാം. ഒരാൾക്കാർ അപ്പുറത്തുനിന്ന് കുലുക്കണുണ്ടപ്പോഴാണ് പിന്നെ നമ്മൾ വിട്ടു കൊടുക്കില്ലല്ലോ, നമ്മൾ മരം പിടിച്ചു കുലുക്കലായി. മരത്തിൻ്റെ പൂവ് വരെ ഞങ്ങൾ പറിച്ചു തിന്നിട്ടാണ് ഗൈസ് തിരിച്ചു വന്നത്. അതുമാതിരി കുലുക്കായിരുന്നു കേട്ടോ. നീലേണ്ണനും അച്ഛനും ചേട്ടനും പിന്നെ മാളും ഒക്കെ കൂടിയിട്ടുള്ള കുലുക്ക്. പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് കുലിക്കൊക്കെ പൊട്ടിച്ച് കഴിക്കാം. എല്ലാവരും കഴിക്കണ്ടായിരുന്നു അവിടെ. വലിയ പഞ്ഞി പോലത്തെ ഉള്ള ചാമ്പയ്ക്കാട്ടാ. അത് എങ്ങനെയുണ്ട് സാധനം? ഇവിടെ മൊത്തത്തില് അടിപൊളിയാണ് കേട്ടാ. ഇതിപ്പോൾ കയറി നിൽക്കുന്നത് ഒരു ഏറുമാടത്തിൻ്റെ മുകളിലാണ് കേട്ടോ. അവിടെ മൊത്തം ഏറുമാടങ്ങൾ കുറേ ഉണ്ട്, ഓരോ മരത്തിൻ്റെ മുകളിലും ഉണ്ട്. നമുക്ക് എവിടെ വേണം കയറാൻ, കുഴപ്പമൊന്നുമില്ല, എത്ര പേർക്ക് വേണം കയറാം. താഴെ കണ്ട സ്ട്രോബെറിയുടെ ചെറിയൊരു ഫാമാണ്, പിന്നെ താഴെ ഒരു കുളം, അങ്ങനെയൊക്കെ ആയിട്ട് മുകളിൽ നിന്നുള്ള വ്യൂസാണ് കേട്ടോ. മൊത്തം കുറേ ഓറഞ്ചിൻ്റെ ചെടികളാണ് മൊത്തം കൂടുതലും. അപ്പോൾ അവർ മുകളിൽ നിന്ന് ഞങ്ങളെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ മാള് കയറി വരുന്നുണ്ട്, ഞാൻ കയറാൻ നിന്നില്ല. മരത്തിൻ്റെ മുകളിൽ കുഞ്ഞാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. എന്താവോ എന്തോ, കുറേ നേരമായി തൂങ്ങി കിടക്കുന്നുണ്ട്. പിള്ളേരപ്പുറത്ത് അതിനും മീതിയായിട്ടാണ് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ സൂര്യൻ എൻ്റെ മുകളിൽ കയറണം എന്ന് പറയണം. കാണുന്നത് നെല്ലിയാമ്പതി അല്ലേ? നമ്മൾ അവിടെ നിന്നല്ല ഇറങ്ങി വന്നേ? അതല്ല, നോക്ക് മല മോള്. അവിടെ നിന്ന് പിന്നെ നേരെ നടന്നു കണ്ട ഒരു ചെറിയൊരു താമരപ്പൊയ്കയാണ്. ആ താമരപ്പൊയ്ക കടന്നിട്ട് വേണം നമുക്ക് 2 സ്ഥലങ്ങളിലേക്ക് എത്താൻ. ആദ്യത്തെ സ്ഥലം എന്ന് പറയണത് ഞങ്ങൾ കണ്ട് ഞെട്ടിപ്പോയതാണ് കേട്ടോ. വേറെ എവിടെയല്ല, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടം, അതിനുശേഷം ഓറഞ്ച് തോട്ടത്തിലോട്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോണത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലോട്ടാണ് കേട്ടോ. സാധാരണ എല്ലാവരുടെ വീട്ടിലും മുറ്റത്തൊരു പന്തലുണ്ടാവും, കുറച്ച് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവും. പക്ഷേ ഏക്കർ കണക്കിന് പന്തലിലിട്ടിട്ട് ഫാഷൻ ഫ്രൂട്ട് ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങൾ. അവിടെ നിന്ന് പിന്നെ ഓറഞ്ച് ഫാമിലോട്ട് ഇട്ടാ. ഓറഞ്ച് ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കൈയെത്തിച്ച് പൊട്ടിക്കാനൊന്നും പറ്റില്ല. തൊട്ട് കഴിഞ്ഞ് പെറ്റിയാണ്, 500 രൂപയ്ക്കാണ് പെറ്റി വരുന്നത് കേട്ടോ. തൊട്ടാ പെറ്റിയാണ്. അപ്പോൾ അവിടെ നിറയെ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട് കണ്ട. അപ്പോൾ ചേച്ചിമാരെടുത്ത് അവർ കുശലം ചോദിക്കുകയാണ്. അപ്പോൾ ഓറഞ്ച് തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഓറഞ്ച് തോട്ടമല്ല, പക്ഷേ ഉള്ളതിൽ മുഴുവൻ കായുണ്ട്, പക്ഷെ അങ്ങനെ കാണുന്നില്ല. പിന്നെ കുറച്ച് ഞങ്ങൾ ഷോ കാണിച്ചു. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, പിള്ളേർ അതിന് പെൻസിലൊക്കെ എടുത്തോണ്ട് എന്തെങ്കിലും. അവിടെ നിന്ന് ഞങ്ങൾ പുറത്ത് കടന്നു. അത് കഴിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരവിടെ. അപ്പം ഞങ്ങളതൊന്ന് കാണാമെന്ന് പറഞ്ഞ് നടക്കുകയാണ് അങ്ങോട്ട്. കണ്ടോ, നല്ല ഗാർഡൻ അവിടെ ഉണ്ട്, ഏറുമാടൻ കേട്ടോ. അപ്പോൾ അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടോയ്ലറ്റിലേക്കൊക്കെ പോയി പിന്നെ നടന്നു.
എന്താ സാധനത്? വെറൈറ്റി ഉണ്ട് അല്ലേ? സൂപ്പർ. നടന്ന് ക്ഷീണിച്ച് നേരെ ചായക്കടയിലോട്ടിട്ടാ. അപ്പോൾ അച്ഛനൊക്കെ ചായ കൊടുക്കുക, എല്ലാവരും ഓരോ ചായയും വടയും ഒക്കെ കഴിച്ചു. നല്ല ചായ ആയിരുന്നു കേട്ടോ. വേണമെങ്കിൽ ഒറിജിനൽ ചായപ്പൊടി ആയിരിക്കും. അവിടുത്തെ ചായപ്പൊടിയും പിന്നെ എന്തോ കൊടംപുളി അങ്ങനത്തെ ഒക്കെ മേടിച്ചു. ഞങ്ങൾ ഈ ഇരുന്ന് ചായ കുടിച്ചതിൻ്റെ അവിടെ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇവിടെയൊന്നും ആന ഇറങ്ങില്ലല്ലോ ചേച്ചിന്ന്. അപ്പോൾ ആ ചേച്ചി പറയട്ടെ, ഏയ് ഇന്നലെയും കൂടി ഈ റോട്ടിൽ കൂടെ നടന്നു പോയുള്ളൂ എന്ന്. ഞങ്ങളാകെ എന്തോ പോലെ, എപ്പോഴും വരും ഇത്ര ആനയും പുലിയും ഒക്കെ അതിലേ വരുന്നു. പക്ഷേ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ. അവർക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ല കേട്ടോ പറയുമ്പോൾ. ഈ പുലിയുടെയും ആനയുടെയും കാര്യമൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ. മുഖത്തൊരു ഭാവവ്യത്യാസം പോലും ഇല്ല. പക്ഷെ നമ്മൾ ഒന്ന് ഞെട്ടി. കുറച്ച് ദൂരം പോയപ്പോഴാണ് എനിക്കും പൊന്നൂസിനൊരു ഐഡിയ തോന്നിയത്. ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ നമുക്കൊന്ന് സ്കൈ വ്യൂ എടുത്താലോ എന്ന്. അപ്പോൾ മൊബൈൽ കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങൾ സ്കൈ വ്യൂ എടുത്തതാണ്. എങ്ങനെയുണ്ട് ഗൈസ്, ഭംഗിയില്ലേ? അപ്പോൾ അത് കൊള്ളാട്ടെ, നല്ല രസമുണ്ട് കാണാൻ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്തേ കാണിക്കണേന്ന് ചോദിച്ചു. പക്ഷെ എടുത്ത് കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും അത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് എടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗി. കണ്ട കാടും നല്ല ഭംഗിയുള്ള ആകാശമൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അവളെ കുറ്റം പറഞ്ഞെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറി പോകുമ്പോൾ കണ്ട മൊട്ടക്കുന്നാണത്. പക്ഷെ തിരിച്ച് വരുമ്പോൾ വെയിലുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഭംഗിയായിട്ടുള്ളൊരു 1 ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു 1 ഡേ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഞങ്ങളുടെ ഓർമ്മകളും സന്തോഷങ്ങളും ഈ വീഡിയോസിൻ്റെ ഒപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്.